ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എൻ്റെ വണ്ടിയുടെ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴാണ് ഒരു ചെറിയൊരു പണി കിട്ടി. സിലിണ്ടറിൻ്റെ, അതായത് എൻജിൻ്റെ ഭാഗത്തെ സിലിണ്ടർ ഹെഡിൻ്റെ അവിടെ നിന്ന് ഒരു ലീക്ക്. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ വർക്ക്ഷോപ്പിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവൻ നോക്കിയിട്ട് പറഞ്ഞു ആ സിലിണ്ടറിൻ്റെ ഹെഡിൻ്റെ അവിടെ നിന്നുള്ളൊരു ബുഷ്, റബ്ബർ ബുഷ് അത് തേഞ്ഞ്, അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ ലീക്ക്. അങ്ങനെ ഞാനിപ്പോൾ എന്തായാലും അവൻ്റെ വർക്ക്ഷോപ്പിലുണ്ട്. അങ്ങനെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നന്ദുവിൻ്റെ വർക്ക്ഷോപ്പ്. നമ്മളെ കുളപ്പട കഴിഞ്ഞ് എലിയാവൂർ പാലത്തിൻ്റെ അടുത്താണ് വർക്ക്ഷോപ്പ്. നന്ദുവോടെ ഉണ്ട്, ഇതൊക്കെ നോക്കുന്നു. അങ്ങനെ എന്നാലും എത്ര രൂപ ആവും? ഇപ്പം എന്തൊക്കെ മാറാനുള്ള? കുറച്ച് ഫണ്ട് കുറഞ്ഞിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാവും, എല്ലാം മാറി ചെയ്യണമെന്നുണ്ടാവും. നല്ല ലീക്കുണ്ടോ അവിടെ? വേറെ പ്രശ്നം ഈ ബുഷിൻ്റെ പ്രശ്നമല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താടാ വെള്ളം കയറിയാ? വെള്ളം മരണ പെട്രോളാ? ഇതാ ഈ ഇരിക്കുന്നതിൽ ചൈമിൻ ചെയ്യുന്നു. ഇതിലേ അന്ന് മാറിയാണോ? പോടാ, അവൻ നോക്കിയിട്ട് പറഞ്ഞ സാധനം ഇതാണ്, മാറേണ്ട ആ സാധനം. അപ്പോൾ എന്തായാലും ഇവിടെ അടുത്തൊരു കടയുണ്ട്. ആ കടയിൽ ഞാൻ പോയി ചോദിച്ചു, അപ്പോൾ അവിടെ ഇല്ല. അപ്പം വേറൊരു കടയുണ്ട്, അവിടെയും പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഞാനും നന്ദുവും കൂടെ ആ കടയിലെത്തി. അപ്പോൾ സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ചേട്ടൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ ആ സാധനം ഇല്ല, സ്റ്റോക്ക് ഉണ്ടായിരുന്നു, തീർന്നു പോയി. അപ്പോഴാണ് നന്ദു പറഞ്ഞ വെള്ളനാട് ബാലാജി എന്ന് പറഞ്ഞ കടയുണ്ട്, അപ്പോൾ അവിടെ പോയി വാങ്ങാമെന്ന്. ഈ ടൈപ്പ് വീഡിയോ നമ്മളില്ല, ബാലാജി പോയി ഒന്ന് വാങ്ങിച്ചോണ്ട് വരണം. ഓക്കെ. അങ്ങനെ ഞാൻ വെള്ളനാട് ബാലാജിയിലെത്തി. അപ്പോൾ അവിടെ സാധനമുണ്ട്, അപ്പോൾ അവർ നോക്കാൻ പോയിക്കാണ്. അങ്ങനെ എനിക്ക് സാധനം കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്ന സാധനം കിട്ടി.
പാലത്തിന് മുകളിലുള്ള നല്ല മഴയായതുകൊണ്ട് ഇപ്പോൾ നല്ല വെള്ളം കയറി കിടക്കുകയാണ്. ഇത് പാലത്തിൻ്റെ മണ്ടയിലെ കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ വെച്ച് കേട്ടോ, എന്ന് വെച്ചാൽ ഇടയ്ക്ക് കുറേ ആൾക്കാർ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഗ്രില്ലൊക്കെ വെച്ചു. അപ്പോൾ നല്ല കാര്യമാണ് അത് ഗ്രില്ലൊക്കെ വെച്ചു. പിന്നെ ഞാനെന്നും പോകുമ്പോൾ തൊഴുന്നൊരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലമല്ല, ഒരു കാണിക്ക വഞ്ചി. അപ്പോൾ അവിടെ ഒരു മേൽക്കൂര ഉണ്ടായിരുന്ന മേൽക്കൂരയൊക്കെ ഒരു കാറ് വന്ന് ഇടിച്ച് മേൽക്കൂരയൊക്കെ തെറിപ്പിച്ച്. അങ്ങനെ കാറിപ്പോൾ ആ ഒരു വീടിൻ്റെ ബാക്കിൽ അടുക്കളയിൽ ആണ് ഇപ്പോൾ ഈ കാറ് കയറ്റി പാർക്ക് ചെയ്തിരിക്കുക കാറ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ബുഷ് ഇപ്പോൾ നന്ദു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് നന്ദു അത് സെറ്റാക്കി നല്ല ഒതുക്കി വെച്ച് ഇനി അതൊന്ന് എന്ത് ചെയ്താൽ മതി, സ്ക്രൂ ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയാവും, സെറ്റായിട്ടിരിക്കും. അവൻ കുറച്ച് കാലം കൂടെ ഇരിക്കുമെന്ന് അവൻ പറയാം. അപ്പോൾ ഇനി ഇടയ്ക്ക് ലീക്ക് വരുന്നുണ്ടോ എന്നുകൂടെ നോക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും അവൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വച്ചു ഗൈസ്. ഇതിപ്പോൾ അവൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി നല്ല തട്ടി ഉറപ്പിച്ചു. ഇനി സ്ക്രൂ ചെയ്യുക എന്നുള്ളൊരു പണി കൂടെ ഉണ്ട്. അപ്പോൾ അവൻ നന്നായിട്ട് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയൊരു പെട്ടെന്നൊന്നും കുറച്ച് നാളത്തേക്കിനും ലീക്കൊന്നും വരില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അവൻ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നടക്കട്ടെ, സ്ക്രൂയിങ് നടക്കട്ടെ. ഇനി എന്തെങ്കിലും പണിയുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഇനിയൊന്നും പണിയൊന്നും വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ വർക്ക് കഴിഞ്ഞിട്ട് അവൻ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയിട്ട് വന്നപ്പോൾ പറഞ്ഞ് ഫ്രണ്ട് ടയറിന് എന്തോ ഒരു പ്രശ്നം. അങ്ങനെ അവൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തു പറ്റി? ഫ്രണ്ട് ടയർ എന്ത് പറ്റിയ? വീൽ ബെയറിങ് പോയാ? സ്വാഹ ഗൈസ്, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയറിൻ്റെ വീൽ ബെയറിങ് പോയി ഗൈസ്. അപ്പോൾ അത് മാറാൻ വേണ്ടി പോവാണ്. ഗൈസ് മൊത്തം തുരുമ്പ് കയറി ഗൈസ്. വീൽ ബെയറിങ് പോയി, അത് മാറണം. മൊത്തം തുരുമ്പാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ സ്പെയർ പാർട്സ് വാങ്ങിയുള്ള കട. ഇതാണ് ഗൈസ് ആ സാധനം. വീൽ ബെയറിങ് 2 എണ്ണം. ഒരെണ്ണം 239 രൂപ. ശുഭം. ആദ്യം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയുന്നു മരച്ചില്ല ഒഴിഞ്ഞു കിടക്കും. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഉണ്ണാനെന്തോ പോയപ്പോൾ മരച്ചില്ല ഒഴിഞ്ഞു. അതേപോലെ വണ്ടിയുടെ ടാർപ്പത്തിന് കയറി ഓട്ടോ പൊളിഞ്ഞു. അപ്പോൾ മഴയെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. പിന്നെ തിരിച്ചു വന്ന് അങ്ങോട്ട് ട്രെയിനിലായതുകൊണ്ട് സമയത്തിന് വരാമോ? നിങ്ങൾ എങ്ങനെ ട്രെയിനിലാണ് പോയാ? ട്രെയിനിലായതുകൊണ്ട് വരാം. ഇല്ലാന്ന് ബസ്സിനായിരുന്നുണ്ടെങ്കിൽ